നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളിൽ അക്കൗണ്ടൻസി ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ഡിസ്കഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇതൊരു എക്സ്പെൻസ് ആണോ, ഇതൊരു ലയബിലിറ്റി ആണോ, ഇതൊരു അസറ്റ് ആണോ, ഇതൊരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. യെസ്, ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഏതാണ് ആൻസർ വരുന്നത്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റുകൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്? യെസ്, എന്താണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്? രണ്ട് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. യെസ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്താണ്, ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. ഓക്കെ, ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് അല്ല, അതൊരു കമ്പൾസറി ആക്ടിവിറ്റി ആണ്. യെസ്, ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്താണ്? ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അതിന് പ്രോഫിറ്റ് കിട്ടുന്നു. ആ പ്രോഫിറ്റിൽ നിന്ന് എന്തെല്ലാം എക്സ്പെൻസുകൾ ഡിഡക്ട് ചെയ്യണം, എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡിഡക്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കിട്ടുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്, പക്ഷെ ചാർജ് എഗനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പൾസറി ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റിൽ വരുന്നത് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിൽ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാലറി കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, ഓക്കെ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കുന്നു, ഓക്കെ, അതല്ലെങ്കിൽ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ, നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നുള്ള അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും എല്ലാം ചാർജ് ചെയ്യുന്ന ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് റിസർവിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബോണസ് ആയിട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റും, ബോണസ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറ്റും, റിസർവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് പറ്റും. ഇതൊക്കെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിൽ വരുന്നത്. ചാർജ് അഗനിസ്റ്റ് പ്രോഫിറ്റ് അതല്ല, നെറ്റ് പ്രോഫിറ്റിന് മുമ്പുള്ളതാണ്. എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടുന്ന റവന്യൂന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കമ്പൾസറി ആയിട്ട് കുറയ്ക്കണം, അതാണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പൾസറി അല്ല, ഒരു ചോയ്സ് മാത്രമാണ്. ശ്രദ്ധിക്കുക, ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും പ്രോഫിറ്റ് ഇല്ലെങ്കിലും, അതായത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ഉറപ്പായും ഓർഗനൈസേഷൻ എന്ത് ചെയ്തിരിക്കണം? ചാർജ് ചെയ്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ലോസ് ആണെങ്കിൽ പോലും ഈ പറയുന്ന പ്രിയാനൽ അക്കൗണ്ടിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ കൊടുക്കണം അല്ലേ. നമുക്കിപ്പോ ലോസ് ആണെന്ന് പറഞ്ഞ് ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോ ലോസ് ആണെന്ന് പറഞ്ഞ് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കമ്പൾസറി ആക്ടിവിറ്റി ആണ്. അപ്പൊ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതൊരു കമ്പൾസറി ആക്ടിവിറ്റി ആണ്. എന്നാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈവൻ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് വരുള്ളൂ. കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുള്ളൂ. യെസ്, അപ്പൊ നിങ്ങൾ രണ്ട് കോൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്താണ്, ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്താണ്. ഒരുപാട് തവണ നിങ്ങളോട് ഇത് രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് വന്നിട്ട് അതിന്റെ കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ചിലപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്.
അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് എങ്കിൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് ഇത് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ചോദ്യം, annuity method is followed for providing dash in financial account. ഇത് കണ്ടീജന്റ് ലയബിലിറ്റി ആയിട്ടാണോ ബന്ധപ്പെടുന്നത്, ഡിപ്രീസിയേഷൻ ആയിട്ടാണോ ബന്ധപ്പെടുന്നത്, ഇൻഷുറൻസ് കവറേജുമായിട്ടാണോ ബന്ധപ്പെട്ടത്, റിബേറ്റ് ഓൺ സെയിലുമായിട്ടാണോ ബന്ധപ്പെട്ടതെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആനുവിറ്റി മെത്തേഡ് ഏതുമായിട്ട് ബന്ധപ്പെടുന്നു? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആനുവിറ്റി മെത്തേഡ്. ഡിപ്രീസിയേഷൻ നമുക്കൊന്ന് കുറച്ചും കൂടെ ആധികാരികമായ രീതിയിൽ മനസ്സിലാക്കാം. ഡിപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നു എല്ലാ പരീക്ഷകൾക്കും നിർബന്ധമായും ഡിപ്രീസിയേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഡിപ്രീസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ രൂപേണയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാ പോയിന്റുകളും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ടെക്നിക്കലി ആണ് അത് ചാർജ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു കാരണവശാലും എന്തില്ല, ഒരു ക്യാഷിന്റെ ഒരു ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, പക്ഷെ അത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഈ പരാമർശിക്കുന്ന പ്രകാരമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യസ് 10 ആണ് ഡിപ്രീസിയേഷന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഏതാണ്? അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ? യെസ്. ഇനി ഡിപ്രീസിയേഷൻ ഒരു കമ്പൾസറി ആക്ടിവിറ്റി ആണോ എന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പൾസറി ആക്ടിവിറ്റി ആണ്. ഒരു കമ്പൾസറി ആക്ടിവിറ്റി ആണ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിന്റെ ആക്ടില് ഏത് ഷെഡ്യൂളിലാണ് രേഖപ്പെടുത്തുന്നത്? കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടില് ഷെഡ്യൂൾ 2 എന്തിനെ പറ്റി പരാമർശിക്കുന്നത്? ഡിപ്രീസിയേഷനെ പറ്റി പരാമർശിക്കുന്നത്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2013 ഷെഡ്യൂൾ 2 ഡിപ്രീസിയേഷനെ പറ്റി പരാമർശിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഏതൊക്കെ കോസസ് ആണ് ഡിപ്രീസിയേഷന് ഭാഗമായി വരുന്നത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒബ്സോളൻസസ്. OBSOLESCENCE ഒബ്സോളൻസസ്. അടുത്തതാണ് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ. മറ്റൊരു റീസൺ ആണ് ആക്സിഡന്റ്. ഈ ഒബ്സോളൻസസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ടെക്നിക്കൽ അഡ്വാൻറ്റേജ്, ടെക്നിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്ന മൂലം അസറ്റിൽ ഉണ്ടാകുന്ന എന്താണ് വാല്യൂവിന്റെ കുറവ്, അതാണ് ഒബ്സോളൻസ് എന്ന് പറയുന്നത്. വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് നമ്മൾ യൂസേജ് മൂലം ഉണ്ടാകുന്ന അസറ്റിൽ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, അതാണ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിപ്രീസിയേഷന് കാരണമാകുന്ന കോസസ് ആണ് കേട്ടോ. യെസ്. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ പലപ്പോഴും പല മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നു ആനുവിറ്റി മെത്തേഡ് അല്ലെ. ആനുവിറ്റി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീസിലാണ് കേട്ടോ. ലീസിലാണ് നമ്മൾ ആനുവിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നാച്ചുറൽ റിസോഴ്സസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്ലഷൻ മെത്തേഡ് കേട്ടോ. ഡിപ്ലഷൻ മെത്തേഡ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഡിപ്ലഷൻ മെത്തേഡ് നാച്ചുറൽ റിസോഴ്സിന് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ഡിപ്ലഷൻ മെത്തേഡ്. നാച്ചുറൽ റിസോഴ്സ് അതായത് ഏതൊക്കെയാണ് വരുന്നത്? മൈൻസ് വരുന്നുണ്ട്, ഓയിൽസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഡിപ്ലഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. യെസ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഡിപ്രീസിയേഷൻ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ഡിപ്രീസിയേഷൻ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഓരോ വർഷമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്താണ്? ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് തവണ ആവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവർത്തിപ്പിച്ചിട്ടുള്ള ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പം ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ആൻസർ എല്ലാം മുൻകാല ചോദ്യങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് the discount calculated on the list price of goods is called what? The discount calculated on the list price of goods is called what? അതാണ് ചോദ്യം. ഇത് ഡിസ്കൗണ്ട് ആണോ, ക്യാഷ് ഡിസ്കൗണ്ട് ആണോ, ട്രേഡ് ഡിസ്കൗണ്ട് ആണോ, റിബേറ്റ് ആണോ? ഇതെന്താണ് ലിസ്റ്റ് പ്രൈസ്? അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ലിസ്റ്റ് പ്രൈസ് എന്താണ്? ലിസ്റ്റ് പ്രൈസ്, യെസ്, ലിസ്റ്റ് പ്രൈസ്. ഈ ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈസിനെയാണ് ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈസിനെയാണ് ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ വേണമെങ്കിൽ കാറ്റലോഗ് പ്രൈസ് എന്നൊക്കെ പറയാം. കാറ്റലോഗ് പ്രൈസ് എന്നൊക്കെ ലിസ്റ്റ് പ്രൈസിനെ നമുക്ക് പറയാം. കാറ്റലോഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നും പറയാം. കാറ്റലോഗ് പ്രൈസ്, കാറ്റലോഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയാം. ഈ ടേം ഒക്കെ നിങ്ങൾ ഓർക്കണം. ടെർമിനോളജി വേറെ രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ ടേം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലിസ്റ്റ് പ്രൈസ് ഈസ് ഓൾസോ കോൾഡ് കാറ്റലോഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയാം. യെസ്, ലിസ്റ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ ഈ ഡിസ്കൗണ്ട് കുറയ്ക്കുന്നുണ്ടല്ലോ, നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലെ. ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കാറ്റലോഗ് ചെയ്തേക്കുന്ന പ്രൈസ് ആണ് ലിസ്റ്റ് പ്രൈസ്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയുള്ള പ്രൈസ് ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ലിസ്റ്റ് പ്രൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഡിസ്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈസ് ആണ് ലിസ്റ്റ് പ്രൈസ്. അതിനെ കാറ്റലോഗ് പ്രൈസ് എന്നോ മാർക്കറ്റ് പ്രൈസ് എന്നോ പറയാൻ സാധിക്കും. ലിസ്റ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഇൻവോയ്സ് പ്രൈസ്. നമ്മുടെ ചോദ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ദ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റഡ് ഓൺ ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് എന്താണ്? അതിന്റെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, രണ്ട് ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് റിപ്പീറ്റ്ലി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ കാറ്റലോഗ് പ്രൈസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? അതായത് നമ്മുടെ പർച്ചേസിനെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. മനസ്സിലാണ്ടോ? ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണഗതി ബൾക്ക് പർച്ചേസിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് പ്രൈസിന്മേലുള്ള ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെയല്ല. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർച്ചേസ് നടത്തിയപ്പോൾ തന്നെ നമ്മളത് തവണ വ്യവസ്ഥയിലാണ് ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ അവർ പറഞ്ഞിരുന്നു നമ്മളോട് 3 മാസം കൊണ്ടാണ് ഈ പൈസ അടച്ചു തീർക്കേണ്ടത്. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, അപ്പൊ അത് 3 മാസം കൊണ്ടാണ് ആ ഫ്രിഡ്ജിന്റെ പൈസ തവണയായിട്ട് നമ്മൾ അടയ്ക്കുന്നത്, EMI ആയിട്ട് അടയ്ക്കുന്നത് വിചാരിക്കാം. അപ്പൊ 3 മാസം അവിടെ നമുക്ക് വരുന്ന ഒരു പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ 2 മാസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പൈസ അടച്ചു തീർക്കുന്നു. അതായത് അവർ തന്നിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ പറഞ്ഞ പ്രൈസിന്റെ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻവോയ്സ് പ്രൈസ് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അടച്ചു തീർക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെന്റിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. പ്രോംപ്റ്റ് പേയ്മെന്റിന് കിട്ടുന്ന ഡിസ്കൗണ്ടിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് ബൾക്ക് പർച്ചേസിന് കിട്ടുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് പേയ്മെന്റ് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ് ഏത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ട്രേഡ് ഡിസ്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യില്ലടാ? അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, നമ്മളൊരു ജേണൽ ആയിട്ടോ ഒന്നും എന്തില്ല? ട്രേഡ് ഡിസ്കൗണ്ട് രേഖപ്പെടുത്തത്തില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ജേണൽ ഇല്ല. ദാറ്റ് മീൻസ് ട്രേഡ് റെക്കോർഡ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, റിബേറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിനെയാണ് റിബേറ്റ് എന്നൊക്കെ പറയുന്നത്. അത് വലിയ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭാഗമല്ല റിബേറ്റ് ഒക്കെ.
അപ്പം ഓർക്കുക, രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണ് പ്രധാനമായിട്ടുള്ളത്. ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും. ബൾക്ക് പർച്ചേസിന് കിട്ടുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ലിസ്റ്റ് പ്രൈസിന്മേലാണ് ആ ഡിസ്കൗണ്ട് വരുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെന്റ് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ജേണൽ അതിനുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടിന് റെക്കോർഡ് ചെയ്യുന്നില്ല, അവിടെ ജേണൽ എൻട്രി ട്രേഡ് ഡിസ്കൗണ്ടിന് ഇല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ, വർക്ക് കോസ്റ്റ് ആണോ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണോ? ഏതാ മക്കളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്? നമുക്കറിയാം അല്ലേ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക കോസ്റ്റ് ഷീറ്റ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിൽ ഒന്നാമതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എങ്ങനെയാണ് മക്കളെ കാണുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രൈം കോസ്റ്റ്. ഇനി അടുത്ത കോസ്റ്റ് ഏതാണ് വരുന്നത്? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് നമ്മൾ പറയും അല്ലെ. അത് എങ്ങനെ കാണുന്നത്? ഈ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഫാക്ടറി കോസ്റ്റ് കിട്ടും. അടുത്ത കോസ്റ്റ് ഏതാണ് വരുന്നത്? അടുത്ത കോസ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇവിടെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി നമ്മുടെ ഈ ഫാക്ടറി കോസ്റ്റ് പ്ലസ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ മതി. അടുത്ത ഏതാടാ? കോസ്റ്റ് ഓഫ് സെയിൽ ആണ്. കോസ്റ്റ് ഓഫ് സെയിൽ എങ്ങനെ നമ്മളെ കാണുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ലാസ്റ്റ് നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യണം? സെയിൽസ് അറിയണം അല്ലെ. സെയിൽസ് എങ്ങനെ കാണും? കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക, പ്രൈം കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ദെൻ സെയിൽസ്. ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അതോ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കുന്നു പക്ഷെ റീസെയിൽ പർപ്പസിനാണ് എങ്കിൽ അതെന്താ എക്സ്പെൻസ് ആടാ? അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ധാരണകൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഓക്കെ, ഇപ്പൊ ഞാനൊരു മിഷനറി വാങ്ങിക്കുന്നു, അതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയാണ്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ക്ലിയർ ആണുണ്ടോ? എന്നാൽ ഇതേ മിഷനറി ഓക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് കടക്കാരൻ വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അയാൾ അത് റീസെയിൽ ചെയ്തിട്ടാണ് അയാളുടെ ബിസിനസ് നടത്തുന്നത്. അയാളുടെ ബിസിനസ് അതാണ് കോർ ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ളത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുന്നു. ഓക്കെ, അതെന്താണ്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ ഒരു ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും മാറിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു സിനാരിയോ കൂടെ മനസ്സിലാക്കുക. ആ ബിസിനസിന്റെ കോർ ആക്ടിവിറ്റി ഏതാണ്? അത് റവന്യൂ നേച്ചറിലുള്ള കോർ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അയാൾ അത് ഫിക്സ്ഡ് അസറ്റുകൾ വാങ്ങിക്കുന്നത് എന്നുള്ളതും കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നിങ്ങൾക്ക് ആക്ച്വലി ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നൊക്കെ അറിയാം. എന്താണ്? അത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അതൊരു അസറ്റ് ആയിട്ട് കാണുന്നെങ്കിൽ പോലും അത് ഓരോ വർഷവും അതിന്റെ എക്സ്പെൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നതാണ്. ഈ തരത്തിലുള്ള എക്സ്പെൻസ് ആണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പൊ ലാർജ് പ്രൊമോഷൻ എക്സ്പെൻസുകൾ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസുകൾ,
ഒക്കെ എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ എക്സ്പെൻഡിച്ചറിനുള്ള എന്താണ് പ്രയോജനം നമുക്ക് ഒരു വർഷമല്ല, ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടും. ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ മോഹൻലാൽ വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ഇറക്കുന്നു എന്ന് വിചാരിക്കാം, അല്ലെ? അപ്പൊ അതിന്റെ പ്രയോജനം നമുക്ക് ആ വർഷം മാത്രമാണോ കിട്ടുന്നത്? അല്ല, അല്ലെ? നമുക്കൊരു ലോങ് പീരീഡിലേക്ക് നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത് കേട്ടോ. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് 1,00,000 ആണെന്ന് വിചാരിക്കുക. 1,00,000 rupees ആണ് അഡ്വർടൈസ്മെന്റ്. യെസ്, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണും. ഓക്കെ, ക്ലിയർ ആയോ? ബാക്കി ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത് 75,000 രൂപ ഒന്നെങ്കിൽ ഒരു മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നോൺ കറണ്ട് അസറ്റ് ആയിട്ടോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അതിനെ കാണിക്കും. ഇത് ഫസ്റ്റ് ഇയറിൽ കേട്ടോ. ഇനി രണ്ടാമത്തെ വർഷം നമ്മൾ 25,000 രൂപ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഓൾറെഡി 25,000 രൂപ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു, പിന്നെ 25,000 രൂപ റൈറ്റ് ഓഫ് കളയുന്നു. പിന്നെ ഇനി ബാലൻസ് ഷീറ്റിൽ എത്ര കാണിച്ചാൽ മതി? 50,000 രൂപ കാണിച്ചാൽ മതി. മനസ്സിലാണ്ടോ? ഓക്കെ, അങ്ങനെ എത്ര വർഷം കൊണ്ടാണോ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് അത്രയും വർഷം ഈ ട്രീറ്റ്മെന്റ് പോകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഈ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ P&L അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും റെക്കോർഡ് ചെയ്യുന്നത്. 4 വർഷം കൊണ്ടാണ് ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ 4 വർഷവും എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ് ഇതേപടി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ അത് കുറച്ചുകൊണ്ട് വരും. അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഇതിന്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കെയർഫുൾ ആയിട്ട് പരിശോധിക്കണം. അപ്പൊ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്. ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താടാ? നമ്മുടെ ലൈബിലിറ്റി ആണ്, അല്ലെ? നമ്മൾ കൊടുക്കാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ക്യാഷ് കുറയുന്നു അല്ലെങ്കിൽ ബാങ്ക് കുറയുന്നു, അല്ലെ? അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് കുറയടാ? നമ്മുടെ ലൈബിലിറ്റിയും കുറയുന്നുണ്ട്, അല്ലെ? നമ്മുടെ നിലവിലുള്ള ലൈബിലിറ്റി എത്രയാണോ അതും കുറയുന്നുണ്ട്. അതായത് നമ്മുടെ അസറ്റിൽ നിന്നും കുറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈബിലിറ്റിയിൽ നിന്നും കുറവ് സംഭവിക്കുന്നുണ്ട്. അസറ്റിൽ എവിടെ കുറയുന്നു? അസറ്റിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ കുറയുന്നു. ലൈബിലിറ്റിയിൽ എവിടെ കുറയുന്നു? ലൈബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റംസിൽ കുറയുന്നു കേട്ടോ. ഇതാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ഇപ്പൊ ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ് ഇൻക്രീസ് ഇൻ അസറ്റ് ആണോടാ? അല്ല, അല്ലെ? ഇൻക്രീസ് ഇൻ ക്യാഷ് ആണോ? ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ആണ്, അത് വരുന്നില്ല. നോ ചേഞ്ച് ഇൻ ക്യാഷ്, അങ്ങനെയല്ല, ചേഞ്ച് ഇൻ ക്യാഷ് ഉണ്ട്, അല്ലെ? ഏതാണ്? ഡിക്രീസ് ഇൻ ക്യാഷ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നോക്കണം. അസറ്റിനെ ലൈബിലിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലാണ് ഈ ട്രാൻസാക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രം ആൻസറിലേക്ക് വരാം കേട്ടോ. ഈ റൂട്ട് ഒക്കെ കാണിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഈ തരത്തിലുള്ള സിമ്പിൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ പലപ്പോഴും പല കുട്ടികൾക്കും ഇത് തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ രീതിയിലുള്ള റിലേഷൻസ് നിങ്ങളൊന്ന് വരച്ച് നോക്കിയതിനു ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അപ്പിയർ ജേണൽ പ്രോപ്പർ? ജേണൽ പ്രോപ്പറിൽ വരാത്ത ഐറ്റംസ് ഏതെന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ചപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ആദ്യം ഈ സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം കേട്ടോ. ജേണലുകൾ അഥവാ സബ് ഡിവിഷൻ ഓഫ് ജേണലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അതിലൊന്ന് ജനറൽ ജേണൽ എന്ന് പറയും, രണ്ട് സ്പെഷ്യൽ ജേണൽ എന്ന് പറയും. ജനറൽ ജേണൽ എന്ന് പറയും, സ്പെഷ്യൽ ജേണൽ എന്ന് പറയും. ഈ ജനറൽ ജേണലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ.
നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ്? ജേണലുകൾ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ജനറൽ ജേണൽ അഥവാ ജേണൽ പ്രോപ്പർ എന്നും സ്പെഷ്യൽ ജേണൽ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. യെസ്, അതിനകത്ത് സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റംസ്, ക്യാഷ് ബുക്ക് ഒരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. ഓക്കെ, പർച്ചേസ് ബുക്ക് ഒരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. ക്ലിയർ? ഇനി സെയിൽസ് ബുക്ക് ഒരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. സെയിൽസ് റിട്ടേൺ ബുക്കും ഒരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. ബിൽസ് റിസീവ്ഡ് ബുക്ക് ഒരു സ്പെഷ്യൽ ജേണൽ ഐറ്റം ആണ്. ദെൻ ബിൽസ് പേബിൾ ബുക്ക് ഒരു സ്പെഷ്യൽ ജേണൽ ഐറ്റം ആണ്. അങ്ങനെ ഈ പറയുന്ന കാറ്റഗറി പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സ്പെഷ്യൽ ജേണലാണ്. ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻ എല്ലാം ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തുന്നു. ക്രെഡിറ്റ് പർച്ചേസുകളെല്ലാം പർച്ചേസ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു, അല്ലെ? ദെൻ പർച്ചേസ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. സെയിൽസുമായിട്ട് ക്രെഡിറ്റ് സെയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ സെയിൽസ് റിട്ടേൺ ബുക്ക് രേഖപ്പെടുത്തുന്നു. പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ രേഖപ്പെടുത്തുന്നു. സെയിൽസ് റിട്ടേൺ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം സെയിൽസ് റിട്ടേണിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ബിൽസ് പേബിളും ബിൽസ് റിസീവ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് അല്ലെ ജേണലുകളിൽ നമ്മൾ രേഖപ്പെടുന്നു. ഇതാണ് സ്പെഷ്യൽ ജേണൽ. ഇതിൽ വരാത്ത ഐറ്റംസുകൾ ഉൾപ്പെടുന്നതാണ് ഏത്? ജനറൽ ജേണൽ അഥവാ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ജേണൽ പ്രോപ്പറിൽ വരുന്ന ഐറ്റംസ് വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സാമാന്യ എല്ലാ ആൻസറുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, ഒന്ന് ഓപ്പൺ എൻട്രി, രണ്ട് ക്ലോസിംഗ് എൻട്രി. ഓപ്പണിംഗ് എൻട്രിയും ക്ലോസിംഗ് എൻട്രിയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. രണ്ട്, റെക്ടിഫിക്കേഷൻ എൻട്രിയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ഇനി ക്ലോസിംഗ് എൻട്രി ഓപ്പൺ എൻട്രി നമ്മൾ പറഞ്ഞു അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രിയും വരുന്നത് ജേണൽ പ്രോപ്പറിലാണ്. അടുത്ത ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നതും എവിടെ മക്കളെ? അത് ജേണൽ പ്രോപ്പറിലാണ്. അപ്പൊ നോക്കിയേ, ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ഇത് ശരിയല്ലടാ? ശരിയാണ്. യെസ്, ക്ലോസിംഗ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അതെവിടെയാടാ? ജേണൽ പ്രോപ്പറിലാണ്. ശരിയാണ് അല്ലെ. ഇനി റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്റ്റിംഗ് മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാടാ? ജേണൽ പേപ്പറിലാണ്. ശരിയാണ് അല്ലെ. ഡിപ്രീസിയേഷൻ, ഇതിന്റെ അകത്തൊന്നും ഡിപ്രീസിയേഷൻ ഇല്ല. ഡിപ്രീസിയേഷൻ വന്നാൽ ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? അതും ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ എൻട്രീസ് ടു റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ് എവിടെ വരൂടാ? സെയിൽസ് റിട്ടേൺ ബുക്കിൽ വരും. അതൊരു സ്പെഷ്യൽ ജേണലിൽ വരുന്ന ഐറ്റം ആണ്. അത് എവിടെ വരില്ല? ജേണൽ ആയിട്ടുള്ള ജേണൽ പ്രോപ്പറിൽ വരില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ജേണൽ പ്രോപ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, പ്രീപെയ്ഡ് വേജസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. പ്രീപെയ്ഡ് വേജസ് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റിലല്ല. അങ്ങനെയെങ്കിൽ അത് അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലയബിലിറ്റി ആണോ, റവന്യൂ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഒരു ഐറ്റത്തിന് ഒരു എൻട്രി ഉണ്ടാവുള്ളൂ. അതായത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റം ഒന്നെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ P&L അക്കൗണ്ടിൽ എടുക്കും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എടുക്കും. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ഒരു എൻട്രിക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ഒരു ഐറ്റത്തിന് രണ്ട് എൻട്രി ഉണ്ടാവും. ക്ലിയർ? യെസ്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ട്രയൽ ബാലൻസിൽ തരുവാണെങ്കിൽ, ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസുകൾ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അക്രൂഡ് എക്സ്പെൻസസുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് എക്സ്പെൻസസുകൾ ലയബിലിറ്റീസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അക്രൂഡ് എക്സ്പെൻസസുകൾ ഒരു ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് ലയബിലിറ്റി ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി അക്രൂഡ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ
അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടാണ് വേണം എടുക്കാൻ. ക്ലിയർ ആയോ? യെസ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലായിട്ട് വേണം എടുക്കാൻ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലായിട്ട് വേണം എടുക്കാൻ. ഇതെല്ലാം ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് കേട്ടോ. ദോസ് അസറ്റ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഓൺലി. ദെൻ അതിന്റെ ഓരോന്നിന്റെയും എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് എവിടെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. യെസ്. ഡിപ്രീസിയേഷൻ നിങ്ങളോട് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ മാത്രം എടുത്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്താൽ മതി. ഓക്കെ. പ്രൊവിഷൻ, ഓക്കെ, പ്രൊവിഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അത് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ മാത്രം എടുത്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഓരോ ഐറ്റവും എന്താണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, പ്രീപെയ്ഡ് വേജസ് എന്ന് പറയുന്നത് എന്താടാ? ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെ? ആ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ പ്രീപെയ്ഡ് വേജസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് അസറ്റ്. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും അക്കൗണ്ടൻസി ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഡിസ്കഷൻസുകൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. താങ്ക് യു.